സംസാരിക്കും. അമ്മ, എന്നെ തീ തെറ്റിക്കാനാണോ നിന്റെ ഉദ്ദേശം? അമ്മ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നെ ഞാൻ എന്ത് വേണം? എന്റെ മോൻ ഇപ്പൊ ജയിലിൽ കിടക്കുക. ഇവിടെ അവന്റെ ഭാര്യയും മോളും ഉണ്ട്. അച്ഛനെ സ്വപ്നം കണ്ട് ആ കുഞ്ഞ് പകല് പോലെ എണീറ്റിരുന്ന് കരയുക. ആ കരച്ചിലടക്കാൻ ഞാൻ എന്ത് ചെയ്യണം? മീര മോളെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പറഞ്ഞിട്ട് ബഹളം വെക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ ഒന്ന് പറഞ്ഞതാ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. നിനക്കൊന്നും മനസ്സിലാവില്ല അച്ചു. എത്രയും പെട്ടെന്ന് നിങ്ങൾ അനൂപിനെ ജാമ്യത്തിൽ ഇറക്കണം. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിനക്കറിയില്ല. ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് സഹിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ ആദ്യം ജനിച്ച കുഞ്ഞാ അവള്. ഇതുവരെ ആരും അവളെ കരയിച്ചിട്ടില്ല. നിങ്ങളായിട്ട് നീ അവളെ കരയിക്കരുത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ അനൂപിനെ ജാമ്യത്തിലിറക്ക്. ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ അവനെ രക്ഷിച്ചോളാം. നീയും നിന്റെ അനിയത്തെയും കൂടെ അവിടെ സുഖമായിട്ടങ്ങ് ജീവിച്ചോ. അമ്മേ, മിണ്ടി പോരുത് നീ. നിന്റെ അനിയത്തി ഉണ്ടല്ലോ അവിടെ. അനൂപ് ജയിലിലായിട്ട് ഇതുവരെ ഒന്നും വിളിച്ചിട്ട് പോലുമില്ല അവള്. എന്റെ പോലെ ആരെങ്കിലും കൊന്നാ പോലെ നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ. പ്രേമം തലയ്ക്ക് പിടിച്ച് അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയതാ നിന്റെ അനിയത്തി. അതിന് കൂട്ടുനിന്നത് നീയും. പക്ഷെ നിങ്ങൾ രണ്ടുപേരെ കൈപിടിച്ച് നടത്തിയതും വളർത്തിയതും ഒക്കെ അവനാ. അത് നിങ്ങൾ മറക്കരുത്. അച്ഛനെ പോലെയല്ലേടി അവൻ നിങ്ങളെ നോക്കിയത്. നിന്റെ അനിയത്തിക്ക് ഇപ്പൊ ഞങ്ങളെ വലിയ പുച്ഛവാ. ഇതൊക്കെ മറന്ന ദൈവം പോലും പുറക്കത്തില്ലെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. അച്ഛാ, അവന്തിയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. നന്ദനും അവളും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറി പോലും ആഘോഷിക്കാൻ അവൻ വന്നില്ല. അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ടും ഒരപകടം പറ്റിയപ്പോൾ കൈത്താങ്ങായിട്ട് അവൾ മാത്രമേ ഉള്ളൂ. അവന്തി കേട്ടതിക്കിപ്പോ നന്ദേട്ടന്റെ കാര്യത്തിൽ നല്ല കരുതലുണ്ട്. എന്തായാലും അത് നന്നായി. ഈ ഒരു അപകടം കൊണ്ടാണെങ്കിലും ഇനിയെങ്കിലും അവര് തമ്മിൽ നന്നായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. എന്നാലും ആരായിരിക്കും അവനോട് ഈ ചതി ചെയ്തത്? നന്ദൻ ആരെങ്കിലും ശത്രുക്കളുള്ളതായി നിനക്കറിയാമോ? ഇല്ല, ആരെയും ഒരു തരത്തിലും ദ്രോഹിക്കുന്ന ആളല്ലല്ലോ നന്ദേട്ടൻ. പിന്നെ എങ്ങനെ ശത്രുക്കൾ വരാനാ? ഇതിപ്പോ വല്ല ആളുമാറി സംഭവിച്ചതായിരിക്കുമെന്ന് എന്റെ സംശയം. അങ്ങനെ വരാൻ വഴിയില്ല. ഇത് അവനെ തന്നെ ലക്ഷ്യം വെച്ച് വന്നവരാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. സ്നേഹയുടെ കാര്യം തന്നെ എടുക്കാം. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ ആകെ ഡിപ്രഷനിലായതുപോലെയാ. ഇടയ്ക്ക് ആതിരി അനക്ക് എന്തെങ്കിലും പറയുമ്പോൾ അടുക്കളയിലേക്ക് വരുമെന്നല്ലാതെ കൂടുതൽ സമയം അവൾ മുറി അടച്ചിട്ടിരിക്കുകയാണ്. സ്നേഹയുടെ കാര്യത്തിൽ അടുത്തൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ ദുഃഖം മാറുമെന്ന് വിചാരിക്കാം. പക്ഷേ അതുപോലെയല്ലല്ലോ നന്ദന്റെ അവസ്ഥ. ആ കിടപ്പ് കാണാൻ തന്നെ പ്രയാസം. സഹിക്കാൻ പറ്റുന്നില്ല. വളരെ റെയറായ ബ്ലഡ് ഗ്രൂപ്പാണ് നന്ദൻ്റേത്.
അത് കൊടുത്തത് പോലും അവന്തിക്ക്. ഇനിയിപ്പോ പ്ലാസ്മ മാറ്റി കൊടുക്കണമെന്ന് പറയുന്നു. അതിനു പറ്റിയ ആളുകളെ കണ്ടുപിടിക്കണ്ടേ? വീട് പോകുമ്പോഴാണ് ഓരോരുത്തരും ആർക്കൊക്കെ സഹായമായിട്ട് വരുമെന്ന് മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ ശത്രുക്കളായിട്ടിരുന്നവരായിരിക്കും ഇന്ന് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. അവസരം മുതലാക്കി മിത്രങ്ങൾ പലരും അകന്നു പോവുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അച്ഛനും അവന്തി കേട്ടത്തെയും കൂടി ജോത്സ്യനെ കാണാൻ പോയിരുന്നു അല്ലേ? അച്ഛൻ സംശയിക്കണ്ട, അവന്തി എടുത്ത എല്ലാ കാര്യങ്ങളും അതിലോട് പറഞ്ഞു. അങ്ങനെയാ ഈ കാര്യം ഞാൻ അറിഞ്ഞത്. സത്യത്തിൽ അത് ശരിയാണോ അച്ഛാ? ആ ജോത്സ്യൻ എങ്ങനെ പറഞ്ഞോ? അച്ഛനേട്ടത്തിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്? ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഈ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോരുത്. അന്ധവിശ്വാസത്തിന് പിന്നാലെ പോയതല്ല. അങ്ങനെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഏതെങ്കിലും വഴിയിൽ ചാടിപ്പോയാൽ ഈ ഭൂമിയിൽ ദുരന്തം ഉണ്ടാവുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സംഭവിച്ച ഓരോന്നും നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുമ്പോൾ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു പോകും.